ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. രാജാതിരാജൻ മഹിമയോടെ വനമേഘത്തിൽ എഴുന്നള്ളാറാൻ. ഈയിടെയായിട്ട് നമ്മുടെ വാട്സപ്പുകളിലും സ്റ്റാറ്റസുകളിലും ഒക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിച്ച ഒരു ഗാനമാണിത്. അടുത്തിടെ ഒരു കവറൊക്കെ ഇറങ്ങി വളരെ സുപരിചിതമായി ആളുകളിലേക്കൊക്കെ ഒരുപാട് എത്തിയ ഒരു ഗാനമാണ്. വളരെ പഴക്കമുള്ളതും ഒരുപാട് പാരമ്പര്യങ്ങളൊക്കെ ഉള്ള ഗാനമാണെങ്കിൽ പോലും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അതിന് കൂടുതലായിട്ടുള്ള പ്രാധാന്യം ഈ കവർ വഴിയൊക്കെ ലഭിച്ചു. ഞാൻ ഈ ഒരു ഗാനത്തെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് വളരെ പ്രസക്തമായിട്ട് ഈ വരികൾ പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുക. ഒരിക്കൽ ലോകപ്രശസ്തനായിട്ടുള്ള സംഗീത സംവിധായകൻ AR റഹ്മാൻ തൻ്റെ അഭിമുഖത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ഇപ്രകാരം ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. ഒരുപാട് ഗാനങ്ങൾ കേട്ടു, ഒരുപാട് ലോകങ്ങൾ കണ്ടു, ഒരുപാട് കാഴ്ചകൾ. ഇനി ഈ ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങളൊന്നും കാണാൻ ബാക്കിയില്ല അല്ലേ? ആ സമയത്ത് ഇനി ഈ നിമിഷം തനിക്ക് എന്ത് ഇനി കാണും, തന്റെ ജീവിതത്തിൽ കാണുമെന്നാണ് താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. ഈ ചോദ്യത്തിന് AR റഹ്മാൻ അധികമൊന്നും ചിന്തിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറയുകയാണ്. താൻ തന്റെ ജീവിതത്തിൽ കർത്താവ് യേശു മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള പ്രവചനം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ആ പ്രവചനം പൂർത്തിയാകണം. കർത്താവ് യേശു മിശിഹായെ രണ്ടാമത്തെ ആഗമനത്തിൽ എനിക്ക് കാണണം എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം എന്നുള്ളതാണ് AR റഹ്മാൻ പെട്ടെന്ന് മറുപടിയായിട്ട് ഈ മാധ്യമപ്രവർത്തകരോട് പറയുക. ഒരു അക്രൈസ്തവനായിട്ടുള്ള സഹോദരൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതിലല്ല, ഏതൊരു ക്രൈസ്തവന്റെയും യഥാർത്ഥ ഉത്തരം ഇതുതന്നെയായിരിക്കണം: ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിനുള്ള കാത്തിരിപ്പ്. ഈ ക്രിസ്തുമസിന് ഇതിനെന്തിനാണ് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്രിസ്മസ് കാലഘട്ടം എന്നുള്ളത് ഒരുക്കത്തിന്റെ സമയമാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നു, കുമ്പസാരിച്ച് പരിശുദ്ധ സ്വീകരിക്കുന്നു, നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു, ആശയടക്കങ്ങൾ, ഉപവാസങ്ങൾ, അങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന പുണ്യപ്രവൃത്തികൾ ചെയ്ത് നമ്മൾ സ്വയം ഒരുങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ക്രിസ്തുമസും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് യേശു മിശിഹായുടെ ജനനത്തിന്റെ ഒരുക്കമാണെങ്കിൽ പോലും നാം ലക്ഷ്യം വയ്ക്കുന്നത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിനുള്ള ഒരുക്കമാണ്. കാരണം ഈശോയുടെ ജനനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് യേശു മിശിഹായുടെ രണ്ടാമത്തെ ആഗമനത്തെയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരുക്കത്തിന്റെ തീക്ഷ്ണത മുൻപോട്ട് കൊണ്ടുപോകാനും സദാ ജാഗരൂകരായിരിക്കാനും നിങ്ങളെ ക്രിസ്തുവിൻ്റെ ഈ ജനന തിരുനാൾ ഓർമ്മിപ്പിക്കട്ടെ, അതിനായി ഉദ്ബോധിപ്പിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.